നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഒരു തട്ടിക്കൂട്ട് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം കേട്ടോ. കുറേ ദിവസമായി ഞാൻ കഴിച്ചിട്ട്. പിന്നെ രാവിലെ തന്നെ ചോറ് വെക്കുന്നതാണ്. ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് ഓർത്തിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തക്കാളി ചോറ് കഴിക്കണം എന്നുള്ളൊരു കൊതി തോന്നി. അതുകൊണ്ട് എനിക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഏട്ടൻ പണിക്ക് പോയി. ഉച്ചയ്ക്ക് എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം തക്കാളി ചോറ് വെക്കാൻ പോവുക. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഒന്ന് കേട്ടോ, ചെറിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരി ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് തക്കാളി ചോറിന് ആവശ്യമുള്ള 2 തക്കാളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കിഴങ്ങ് മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, 3 പച്ചമുളക് കീറുന്നില്ല കേട്ടോ. പച്ചമുളക് നമ്മൾ അങ്ങനെ മുഴുവനായിട്ട് ഇടണം. കീറുന്നവർ കീറും, മുഴുവനായിട്ട് ഇട്ടാലും കുഴപ്പമില്ല, അതിനും ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തക്കാളി ചോറിന് പ്രത്യേകിച്ച് ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം, അതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ വെള്ളുള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മതിയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ. അതിന് ആവശ്യമുള്ള ചെറിയൊരു കുക്കർ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഒഴിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കടുക്. എനിക്ക് കടുക് ഈ തക്കാളി ചോറിലൊന്നും കുറേ ഇടുന്ന ഇഷ്ടമല്ല, കുറച്ചിട്ടാണ് എനിക്കിഷ്ടമല്ല, അപ്പോൾ അങ്ങോട്ട് കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയണം, ഈ ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ, ഇത് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഇത് അരയ്ക്കുന്നതിന് മുന്നേ ഇതിനോടൊപ്പം കുറച്ച് പെരുംജീരകം കൂടി, കുറച്ച് ഒരു മണത്തിന് വേണ്ടി പെരുംജീരകം ചേർത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്കെന്തോ പെരുംജീരകം ചേർക്കുമ്പോൾ നെഞ്ചരിച്ചിൽ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അല്ലെങ്കിൽ തക്കാളി ചോറിന് പെരുംജീരകം കുറച്ച് ചേർക്കുന്നത് മണവും ഉണ്ടാവും, നല്ല ടേസ്റ്റും തന്നെ. ഇനി നമുക്ക് കടുക് പൊട്ടി വന്നിട്ടുണ്ടല്ലോ, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളക്, കിഴങ്ങ്, ചെറിയുള്ളി ഇതൊക്കെ കൂടി ഒന്ന് ആ എണ്ണക്കകത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഈ തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വഴണ്ട് കിട്ടാനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ. നമുക്ക് തക്കാളി ചോറിനുള്ള പൊടികൾ ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി എടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടട്ടെ. പിന്നെ ഞാൻ ഇവിടെ ശകലം സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്, അത് കുറച്ച് മതി. സാമ്പാർ പൊടി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്താൽ മതി. തക്കാളി ചോറിനകത്ത് ലേശം ഗരം മസാല ചേർക്കാം. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർക്കാം. ചിക്കൻ മസാല വേണമെങ്കിൽ അത് കുറച്ച് ചേർക്കാം. നമ്മുടെ ഈ ഇഷ്ടത്തിനനുസരിച്ചാട്ടോ പൊടി, നമുക്ക് ഏത് ടേസ്റ്റാണോ വേണ്ടത് അതിനനുസരിച്ചാണ് പൊടി ഇടുന്നത്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം.
കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. അരി വേവാനുള്ള വെള്ളം ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പ് എന്തായാലും കുറവായിരിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നോക്കാം നമുക്ക് ഉപ്പിൻ്റെ അളവ്. ഉപ്പ് കുറച്ചും കൂടി വേണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറായി വരുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്യുന്നില്ലേ, അതിൽ ലേശം ഉപ്പ് മുമ്പോട്ട് വെക്കണം. കുറച്ച് ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാതെ എല്ലാം ഓക്കെ. ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് 2 വിസിൽ വരട്ടെ. നമ്മുടെ ഉച്ചഭക്ഷണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയോ പെട്ടെന്ന് റെഡിയായി. വിശന്നിട്ട് വയ്യ, നമുക്കിത് കഴിക്കാം. ഞാൻ ചോറ് കാണിച്ചു തരാവേ. നല്ല കളറുള്ള ചോറല്ലേ. അതിന് ഞാനൊരു മുട്ടയാണ് എടുത്തിട്ടുള്ള പുഴുങ്ങിയത്. രാവിലെ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിക്ക് മുട്ട പുഴുങ്ങിയത് അല്ല, മുട്ടക്കറി ഉണ്ടായിരുന്നു. അതിനൊരു മുട്ട എടുത്തിട്ട് ചോറിനോടൊപ്പം വെച്ച്. മുട്ട പുഴുങ്ങിയത് അടിപൊളിയാണ്. തക്കാളി ചോറ്, പപ്പടം വറുത്തത് നല്ലതാണ്, തൈര് നല്ലതാണ്, അല്ലെങ്കിൽ പിന്നെ അച്ചാർ നല്ലതാണ്. തൈര് സ്റ്റൈല് ഇങ്ങോട്ട് ചോറ് കഴിക്കട്ടെ. അങ്ങനെ ഉണ്ടെന്ന് പറയാതെ. ആദ്യം കുറച്ച് മുട്ട എടുക്കുക കുറച്ച്. എന്നിട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് തക്കാളി ചോറ്. മുട്ടയും തക്കാളി ചോറും നല്ല കോമ്പിനേഷൻ കേട്ടോ. മുട്ട പൊരിച്ചതാണെങ്കിലും എനിക്ക് പൊരിച്ചതിനേക്കാളും പുഴുങ്ങിയതാണ് ഏറ്റവും ഇഷ്ടം. നമ്മൾ മുഴുവനായിട്ട് ഇത്ര പച്ചമുളക് കണ്ടില്ലേ, നല്ല വാടി വഴണ്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ അത് കടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉച്ചഭക്ഷണം. അപ്പോൾ എല്ലാവർക്കും ശരി, ടാറ്റാ.